9ാം ക്ലാസ്സിലെ എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മൾ പാഠഭാഗങ്ങളൊക്കെ പഠിച്ചു കാണും. പക്ഷേ നമുക്ക് ഏതൊക്കെ ചോദ്യം ഏതൊക്കെ രൂപത്തിലാണ് വരിക, അങ്ങനെ ചോദ്യം വരുമ്പോൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് പലപ്പോഴും നമുക്ക് ഉത്തരം കിട്ടാത്ത ഒരു കാര്യമാണ്, അല്ലെങ്കിൽ ഒരു സമസ്യയായി നമ്മുടെ ഉള്ളിൽ നിൽക്കുന്ന, ഉത്തരം കിട്ടാത്ത ചില ചോദ്യങ്ങളായി നമ്മുടെ ഉള്ളിൽ നിൽക്കുന്ന ഒന്നാണ്. ഒരു ഉപന്യാസം വന്നാൽ അല്ലെങ്കിൽ ഏതൊക്കെ വന്നു കഴിഞ്ഞാൽ എത്ര എഴുതണം, എത്ര മാർക്കിനാണ്, എങ്ങനെയൊക്കെയാണ് എഴുതേണ്ടത് എന്നുള്ളത് അല്ലേ. നോക്കൂ, നിങ്ങൾ അതിനുവേണ്ടിയാണ് സാറിന്ന് വന്നിരിക്കുന്നത്. ഇത് അർദ്ധവാർഷിക മൂല്യനിർണ്ണയത്തിൻ്റെ ഒരു ചെറിയ ഭാഗം ഞാൻ എടുത്തതെന്താണെന്ന് വെച്ചാൽ, എനിക്ക് വേണ്ടത് ഈ നിർദ്ദേശങ്ങൾ നിങ്ങളോട് പറയലാണ്. ഈ നിർദ്ദേശം നിങ്ങളോട് പറയാൻ വേണ്ടിയാണ് ഞാൻ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ആ മുൻഭാഗം മാത്രം എടുത്തത്. 15 മിനിറ്റ് നിങ്ങൾക്ക് സമാശ്വാസ സമയമാണ്. സമാശ്വാസ സമയം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആശ്വസിക്കാനുള്ള സമയമല്ല. കൃത്യമായി ചോദ്യങ്ങൾ വായിച്ചുത്തരം മനസ്സിൽ പതിപ്പിക്കേണ്ട, എന്തൊക്കെ എഴുതണമെന്ന് എന്താ പറയുക, ഒരു മുൻകരുതലുകൾ, ഒരു മുൻ നടപടികൾ എടുക്കേണ്ട സമയമാണ് സമാശ്വാസ സമയം എന്ന് പറയുന്നത്. ഒരു മുന്നൊരുക്കം നടത്തേണ്ട സമയമാണ്. ചോദ്യങ്ങൾ വായിക്കാൻ, ഉത്തരങ്ങൾ ക്രമപ്പെടുത്താൻ ഈ സമയം വിനിയോഗിക്കണം. അതാണ് ചോദ്യങ്ങളും നിർദ്ദേശങ്ങളും ശ്രദ്ധാപൂർവം വായിച്ച് വേണം ഉത്തരം എഴുതാൻ. ഉത്തരം എഴുതുമ്പോൾ സ്കോർ, സമയം എന്നിവ പരിഗണിക്കണം. സ്കോർ, സമയം എന്നിവ പരിഗണിക്കണം. അത് പറയാൻ വേണ്ടിയാണ് സാർ ഇന്ന് വീഡിയോയിലുമായിട്ട് വന്നിരിക്കുന്നത്. നോക്കൂ, നിങ്ങൾ 1 മുതൽ 5 വരെ ചോദ്യങ്ങളുണ്ടാകും. അതിൽ 4 എണ്ണമാണ് നിങ്ങൾ എടുക്കേണ്ടത്. 4 എണ്ണമാണ് പാഠഭാഗങ്ങളിൽ നിന്നുള്ള ചോദ്യമാണ് വരിക. ഒറ്റ വാക്കിൽ ഉത്തരമാണ് നിങ്ങൾ എഴുതേണ്ടത്. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ അതിന് എത്ര സമയം എടുക്കണം? 4 ചോദ്യം എഴുതാൻ 4 മിനിറ്റ് നിങ്ങൾ എടുക്കാവൂ. മാക്സിമം 4 വേണ്ട, 5 മിനിറ്റ് നമുക്ക് അങ്ങനെ കാണാം. 5 മിനിറ്റ് 4 ചോദ്യോത്തരം എഴുതാൻ നിങ്ങൾക്ക് 5 മിനിറ്റ്. ഒരു വാക്ക് കണ്ടുപിടിക്കേണ്ടതില്ല. കാരണം നിങ്ങൾ സമാശ്വാസ സമയത്ത് അതിൻ്റെ ഉത്തരം ഏതാ നിങ്ങൾ കണ്ടെത്തി പെൻസിൽ കൊണ്ടോ മറ്റോ ടിക്ക് ചെയ്തിട്ടുണ്ടാകും. അതൊന്നും ഇങ്ങോട്ട് എടുത്തെഴുതാൻ 5 മിനിറ്റ് തന്നെ ധാരാളമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ 6 മുതൽ 8 വരെ ചോദ്യങ്ങൾക്ക് 2 മാർക്കിൻ്റെ ഉത്തരം 2 എണ്ണം എഴുതാനാണ്. 3 എണ്ണം തരും, 2 എണ്ണം അതിൽ എഴുതിയാൽ മതി. ഓർത്ത് വെക്കണം, 3 എണ്ണം തരും, 2 എണ്ണം അതിൽ എഴുതിയാൽ മതി. 2ഓ 3ഓ വാക്യത്തിൽ ഉത്തരം എഴുതുക. ചിലപ്പോൾ പാഠഭാഗങ്ങളിൽ നിന്ന് വരാം. പ്രത്യേകതകളിൽ 2 എണ്ണം കണ്ടെത്തി എഴുതുക. അർത്ഥവ്യത്യാസം വരാതെ 2 വാക്യമാക്കുക. 2 സവിശേഷതകൾ കണ്ടെത്തി എഴുതുക. ഇത്തരത്തിലുള്ള ചോദ്യമാണ് 2 മാർക്കിന് നിങ്ങൾക്ക് വരിക. പ്രത്യേകതകൾ 2 എണ്ണം, അതായത് താഴെ തന്നിരിക്കുന്ന വരികളിലെ പ്രത്യേകത എഴുതുക. അല്ലെങ്കിൽ വംശം എന്ന പാഠഭാഗത്ത് ഉറുമ്പിൻ്റെ ഏതെങ്കിലും 2 പ്രത്യേകതകൾ കവയിത്രി കണ്ടെത്തുന്നത് എടുത്തെഴുതുക. ഇങ്ങനെ പ്രത്യേകതകൾ എടുത്തു വരാൻ ചോദിക്കും. ചിലപ്പോൾ അർത്ഥവ്യത്യാസം വരാതെ 2 വാക്യമാക്കാൻ. അല്ലേ, അവൾ നടന്ന് പോവുകയും അത് കാണുകയും ചെയ്തു. അവൾ നടന്നു പോയി, അവൾ അത് കണ്ടു. അല്ലേ, ഒരു സെന്റൻസിനെ 2 സെന്റൻസ് ആക്കാനോ 2 സെന്റൻസ് തന്നിട്ട് അതിന് 1 സെന്റൻസ് ആക്കാനോ ഉള്ള ചോദ്യമാണ് ഉണ്ടാവുക. അതിന് വേണ്ട സമയം എത്രയായിരിക്കും? 5 മിനിറ്റ് മതി 2 ചോദ്യം എഴുതാൻ. 2 ചോദ്യം 2 സെന്റൻസിൽ എഴുതണം. 2 സെന്റൻസിൽ എഴുതണം. അതിനു വേണ്ടിയാണ്. മനസ്സിലായോ? 2 എണ്ണം. ഇനി 9 മുതൽ 14 വരെ ചോദ്യങ്ങളിൽ 6 എണ്ണം ഉണ്ടാകും. 5 എണ്ണം എഴുതിയാൽ മതി. 4 മാർക്കിനാണ്. 4 മാർക്കിന് എഴുതുമ്പോൾ എങ്ങനെയാണ് എഴുതേണ്ടത് എന്നുള്ളത് നിങ്ങൾക്കറിയാം. ഉത്തരം അരപ്പുറം എന്നാണ് പറയുന്നത്. അരപ്പുറത്തിൽ കവിയാതെ എഴുതണം എന്നാണ് പറയുന്നത്. അരപ്പുറം മാക്സിമം നിങ്ങൾ ഒരു പക്ഷേ എന്ത് ചെയ്തേക്കാം, ഒന്ന് നീട്ടി എഴുതുമ്പോൾ 3/4 പുറമായേക്കാം. അതിലപ്പുറം ചെയ്യേണ്ടതില്ല. ഇതിന് നിങ്ങൾ 6 മിനിറ്റ് വെച്ച് കൊടുക്കൂ. 6 മിനിറ്റ് ആകുമ്പോൾ 30 മിനിറ്റ് അല്ലേ? 30 മിനിറ്റ് 6 മിനിറ്റ് 7 മിനിറ്റ് ആക്കിയോളൂ. 35 മിനിറ്റ് അല്ലേ? 1 മിനിറ്റ് കൂടെ എക്സ്ട്രാ നിങ്ങൾ എടുത്താലും പ്ലസ് 5 മിനിറ്റ് കൂടെ ആവും. 35 മിനിറ്റ്. അപ്പോൾ 35 10 45 മിനിറ്റ്. പിന്നെ നിങ്ങൾക്ക് എത്ര ഉണ്ടാവും? 15 30 45 മിനിറ്റ് ഇനി ഉണ്ടാവും. 3 15 മുതൽ 17 വരെ ചോദ്യങ്ങൾക്ക് ഒരു പുറത്തിൽ കവിയാതെയാണ് വരിക. എന്തൊക്കെയാണ് വരിക? ഇനി 4 മാർക്കിന് എന്തൊക്കെ വരും? പാഠഭാഗവും പാഠ്യേതര ഭാഗവുമായി ബന്ധപ്പെടുത്തിയ ചോദ്യങ്ങൾ. ഏതെങ്കിലും ഒരു ഭാഗം തന്ന് അതിന് വർത്തമാനകാലത്ത് ഏതെങ്കിലും ഒന്ന് തന്നിട്ട് അതുമായി ബന്ധപ്പെടുത്തി എഴുതാൻ ചോദിക്കാം. നിങ്ങളുടെ അഭിപ്രായം സമർപ്പിക്കുവാൻ ചോദിക്കാം. ഏതെങ്കിലും ഒരു ഭാഗം തന്ന് നിങ്ങളുടെ അഭിപ്രായം ചോദിക്കാം. നോട്ടീസ് തയ്യാറാക്കാൻ വരാം.
നോട്ടീസ് തയ്യാറാക്കുമ്പോൾ നിങ്ങൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളത് നമ്മൾ നോക്കൂ. നാളെ നമ്മൾ എല്ലാ ഞായറാഴ്ച നമ്മൾ എല്ലാ ചാപ്റ്ററും പോകും. തിങ്കളാഴ്ച നിങ്ങൾക്ക് പാഠഭാഗവും അതിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ വരും. ആ ചോദ്യങ്ങൾ ചർച്ച ചെയ്യുന്ന കൂട്ടത്തിൽ എങ്ങനെയാണ് ഒരു നോട്ടീസ് എഴുതുക, എങ്ങനെയാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തരും. നിങ്ങളുടെ നിരീക്ഷണങ്ങൾ അവതരിപ്പിക്കാൻ ചോദിക്കും. നിങ്ങളുടെ നിരീക്ഷണങ്ങൾ, ഒരു ചോദ്യം തന്നിട്ട് അതിൽ നിങ്ങളുടെ നിരീക്ഷണങ്ങൾ എഴുതാൻ പറയും. മാനസികാവസ്ഥ, ഏതെങ്കിലും ഒരു കഥാപാത്രത്തിൻ്റെ മാനസികാവസ്ഥ ചോദിക്കാം. നിരീക്ഷണങ്ങൾ വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കാം. നിങ്ങളുടെ അഭിപ്രായം സമർപ്പിക്കുക. ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെയാണ് എന്ത് ചെയ്യുന്നത് 4 മാർക്കിന് വരുന്നത്. ഇനി 15 മുതൽ 17 വരെ 3 ചോദ്യങ്ങളുണ്ടാകും. അതിൽ 2 എണ്ണം എഴുതിയാൽ മതി. ഒരു പുറം വീതമാണ് എഴുതേണ്ടത്. അപ്പോൾ പാഠഭാഗവും പാഠ്യേതര ഭാഗവുമായി ബന്ധപ്പെടുത്തിയ ചോദ്യങ്ങൾ പ്രഭാഷണം തയ്യാറാക്കാൻ ചോദിക്കാം. അഭിമുഖ ചോദ്യത്തിനായുള്ള ചോദ്യാവലി തയ്യാറാക്കാൻ ചോദിക്കാം. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നിങ്ങളോട് ചോദിച്ചാണ് അഭിമുഖ ചോദ്യാവലി. മിനിമം 6 ചോദ്യങ്ങളിൽ കുറയാതെ നിങ്ങൾ എഴുതണം. ഓക്കെ. പിന്നെ മുഖപ്രസംഗം തയ്യാറാക്കാൻ ചോദിക്കും. ഇങ്ങനെയാണ് ചോദിക്കുക. നമ്മൾ 12 മാർക്ക് 6 എണ്ണത്തിന് എത്ര മിനിറ്റ് കൊടുക്കണം? 20 മിനിറ്റ് കൊടുക്കണം. 20ഉം 20ഉം 40 മിനിറ്റ് കിട്ടും. പിന്നീട് 5 മിനിറ്റ് നിങ്ങൾക്ക് എന്തിനുണ്ടാകും? കൃത്യമായി എഴുതിയതൊന്നുകൂടെ വായിക്കാനുള്ള സമയമുണ്ടാകും. ഇങ്ങനെ ക്രമപ്പെടുത്തിയിട്ട് വേണം എൻ്റെ മക്കൾ എന്ത് ചെയ്യാൻ? ചോദ്യങ്ങൾ, ഉത്തരങ്ങൾ എഴുതാനും ഉത്തരം സമാശ്വാസ സമയത്ത് തന്നെ എല്ലാ ഉത്തരങ്ങളും നിങ്ങൾ എന്ത് ചെയ്യണം? കൃത്യമായി മനസ്സിലാക്കി വെക്കണം. ഓക്കെ ആണോ മക്കളെ? അപ്പോൾ എങ്ങനെ എഴുതണം എന്നുള്ളത് കൃത്യമായല്ലോ. ഓക്കെ. നമുക്ക് ഇനി മറ്റൊരു ചോദ്യവുമായി, അതായത് എങ്ങനെ പ്രഭാഷണം തയ്യാറാക്കണം, എങ്ങനെ ഉപന്യാസം തയ്യാറാക്കണം തുടങ്ങിയിട്ടുള്ളവയുമായി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ മക്കളെ.